ഹലോ അസ്സാം വലൈക്കും. അപ്പോൾ നമുക്ക് ഇന്ന് റവ ഉപ്പുമാവ് ഉണ്ടാക്കൽ എങ്ങനെയെന്ന് നോക്കാം. അതിനാവശ്യമായ സാധനങ്ങൾ: റവ, ഉപ്പ്, പച്ചമുളക്, സവാള, കടുക്, കറിവേപ്പില. ഇതാണ് ഞാൻ എടുക്കുന്നത്. ആദ്യം റവ ചട്ടിയിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക. കരിഞ്ഞു പോവാതെ വറുക്കാൻ ശ്രമിക്കണം കേട്ടോ. റവ വറവാവുന്നത് ഒരു നുരുനുരുപ്പ് കുറച്ച് കൂടുതലായി തോന്നുമ്പം അത് വറവായി എന്നാട്ടോ ഒന്ന് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ട് റവ റെഡിയാക്കാനുള്ള പാത്രം നമ്മൾ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം കടുക്, സവാള, പച്ചമുളക് എല്ലാം കുറച്ച് അധികം വാട്ടിയതിന് ശേഷം കറിവേപ്പില ഇട്ട് ഒന്നുകൂടി ഒന്ന് വാട്ടുക. എന്നിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കുക കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് നമ്മൾ നോക്കൽ ഒരു കപ്പ് റവക്ക് 1.25 കപ്പ് വെള്ളം. ശേഷം ഉപ്പിട്ട് വെള്ളം തിളക്കട്ടെ. തിളച്ചതിന് ശേഷം റവ പതുക്കെ പതുക്കെ ഇട്ടതിന് ശേഷം ഇളക്കി കൊടുക്കണം കേട്ടോ. ഒന്നായിട്ട് ഉപ്പിടാതെ പതുക്കെ പതുക്കെ ഇട്ട് ഇളക്കി ഇങ്ങനെ കൊടുക്കുകയാണ് വേണ്ടത്. റവ ഫുള്ള് ഇട്ട് നന്നായിട്ട് ഇളക്കി കുറച്ച് നേരം അടുപ്പത്ത് അങ്ങനെ മൂടി തന്നെ വെക്കുക. കണലൊക്കെ ഉണ്ടെങ്കിൽ ആ തീയൊക്കെ ഒന്ന് ഒഴിവാക്കി കാട്ടുക. കണൽ മാത്രം ആക്കുക കേട്ടോ. കണലിൽ ഒരു 5 മിനിറ്റ് നേരം ആ റവ അങ്ങനെ കിടക്കട്ടെ കേട്ടോ. മൂടി വെച്ചിട്ട് നന്നായിട്ട് അങ്ങനെ വേവിച്ചെടുക്കുക. ശേഷം നമ്മൾ അടുപ്പത്തുനിന്ന് നമ്മൾ ഈ റവ മാറ്റി ആ മൂടി തുറക്കാതെ ഒരു 5 മിനിറ്റ് നേരം അങ്ങനെ തന്നെ ആ ആവിയിൽ ആ റവ കിടക്കട്ടെ. എന്നിട്ടാണ് നമ്മൾ സെർവ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നല്ല രുചികരമായ നല്ല നുരുനുരുപ്പോടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള റവ കിട്ടും. അപ്പം ഇത്രയാണ് കേട്ടോ. ഒന്ന് ശ്രമിച്ച് നോക്കൂ.